വരാം ഡാൻ. ഇപ്പോൾ അഡ്വക്കേറ്റ് എ ജയശങ്കർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ എ ജയശങ്കർ, ഇപ്പോഴിതാ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. സസ്പെൻഷൻ മാത്രം എന്നുള്ളതും ശ്രദ്ധേയമാണ്. താങ്കൾ എങ്ങനെ നോക്കിക്കാണും? അങ്ങേയറ്റം ലജ്ജാകരമായിട്ടുള്ള നടപടിയാണ് കോൺഗ്രസ് ഗവൺമെന്റ് ആയിക്കൊണ്ടുള്ളത്. ഇയാളെ നാട്ടുകാരെ വോട്ട് ചെയ്ത് അസംബ്ലിയിലേക്ക് ജയിപ്പിച്ചാണല്ലോ, പാർട്ടി ചിഹ്നം കൊടുത്താണല്ലോ ജയിപ്പിച്ചത്. പാർട്ടി അദ്ദേഹത്തിന്റെ രാജി കത്ത് മുഖേന ആവശ്യപ്പെടേണ്ടതായിരുന്നു. എന്നിട്ട് രാജിവെച്ചില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതായിരുന്നു. അല്ലാതെ എന്ത് സസ്പെൻഷൻ എന്ന് പറയുന്നത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തില്ലേ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയില്ലേ എന്ന് ചോദിച്ച് വോട്ടർമാരെ കബളിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ കേരളീയരെ അത്ര പെട്ടെന്നൊന്നും കബളിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കോൺഗ്രസ് നേതൃത്വത്തിന് ആർജവം ഉണ്ടെങ്കിൽ, ആത്മാർത്ഥം ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തോട് താങ്കൾ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച ആളാണ്, ഉടനടി MLA സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെടണം. ഇത് ആരുടെ വ്യക്തിപരമായ അഭിപ്രായമല്ലോ. VD സതീശൻ പറഞ്ഞില്ലേ, രമേശ് ചെന്നിത്തല പറഞ്ഞില്ലേ, ജോസഫ് വാഴക്കം പറഞ്ഞില്ലേ, കോൺഗ്രസിലെ വനിതാ നേതാക്കൾ. ശ്രീ അഡ്വക്കേറ്റ് എ ജയശങ്കർ, ഇവിടെ ഈ പറയുന്ന പ്രധാനപ്പെട്ട, താങ്കൾ തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ആദ്യം ആവശ്യം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവാണ്, VD സതീശനാണ്. രാഹുലിന്റെ രാജി താൻ ആവശ്യപ്പെടും എന്നുള്ള കാര്യം ഉറച്ചു പറഞ്ഞത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. ഇന്നലെ കെ മുരളീധരൻ അടക്കമുള്ള, രമേശ് ചെന്നിത്തല അടക്കമുള്ള, സുധീരൻ അടക്കമുള്ള നേതാക്കളുടെ വാക്കുകൾ നമ്മൾ കേട്ടു. പിന്നെ എന്തായിരിക്കും സംഭവിച്ചത് കോൺഗ്രസിൽ? ആരെയാണ് കോൺഗ്രസ് ഭയക്കുന്നത്? എന്തിനാണ് കോൺഗ്രസ് ഭയക്കുന്നത്? കോൺഗ്രസ് ഭയക്കുന്നത് ആരാണെന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് ഭയക്കേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളെയാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കാം എന്നാണ് കോൺഗ്രസ്സുകാർ വിചാരിച്ചിരുന്നെങ്കിൽ അവരെക്കാളിലൊക്കെ ബുദ്ധിയുള്ള ആളുകളാണ് തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യുന്നത് എന്ന ബോധ്യം അവർക്കുണ്ടാകണം. ഏറ്റവും കുറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയുടെ അനുഭവമെങ്കിലും ഉമ്മൻചാണ്ടിയുടെ അനുഭവമെങ്കിലും അവർക്ക് ഓർമ്മയിലുണ്ടാകണം. തീർച്ചയായും വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് എ ജയശങ്കർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ BJP നേതാവ്, പാലക്കാട്ടെ BJP നേതാവ് പ്രശാന്ത് ശിവൻ നമുക്കൊപ്പം ചേർന്നു. ശ്രീ പ്രശാന്ത് ശിവൻ, പാലക്കാട് കാലുകുത്തിക്കാൻ അനുവദിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞത് അവിടുത്തെ BJP നേതൃത്വമാണ്, താങ്കൾ അടക്കമുള്ളവരാണ്. ഇപ്പോൾ ഇതാ പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഇത് കണ്ണിൽ പൊടിയുള്ള നടപടിയാണോ? എങ്ങനെയാണ് BJP ഇതിനെ നോക്കിക്കാണുന്നത്? ഞങ്ങൾ ഇന്നലെ തന്നെ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമായി പറഞ്ഞാണ്. കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുക്കുന്നത് ഒരു ഡബിൾ സ്റ്റാൻഡാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം ജനങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും രാഹുൽ രാജിവെച്ചേ തീരൂ, എത്രയും പെട്ടെന്ന് രാജിവെക്കണം, ഒരു നിമിഷം പോലും MLA സ്ഥാനത്ത് തുടരുന്നതിന് അർഹതയില്ല, യോഗ്യനല്ല എന്ന് പറയുന്ന അതേ കോൺഗ്രസ് പാർട്ടി തന്നെ രാഹുലിനെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് അവിടെ കാണുന്നത്. ഇവിടെ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. രാഹുൽ രാജിവെച്ചേ തീരൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരുന്നതിന് ഒരു നിമിഷം പോലും അദ്ദേഹം അർഹനല്ല എന്നത് തന്നെയാണ് BJPയുടെ സ്റ്റാൻഡ്. അദ്ദേഹം രാജിവെക്കുന്നത് വരെ BJPയുടെ സമരങ്ങളുമായി പാർട്ടി അതിശക്തമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇതാണ് BJPയുടെ നിലപാട്. ഇവിടെ നോക്കൂ, ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് ഭയക്കുന്നുണ്ടോ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ എന്നാണോ മനസ്സിലാക്കുന്നത്? കാരണം ഇനി 9 മാസം മാത്രമേ ബാക്കിയുള്ളൂ. എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടൊരു ഉപതെരഞ്ഞെടുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ ഉണ്ടാകും. അങ്ങനെ രാജിവെച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ സ്വാഭാവികമായും BJPക്ക് അവിടെ മുൻതൂക്കം ഉണ്ടാകും എന്നൊരു ഭയം കോൺഗ്രസിനുണ്ടോ? അതാണോ ഒരു സസ്പെൻഷനിലേക്ക് ഒതുങ്ങിയെന്നാണോ താങ്കൾ കരുതുന്നത്? താങ്കളുടെ പ്രതികരണം എന്താണ്? കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരെന്നും വോട്ട് ബാങ്ക് പൊളിറ്റിക്സും മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ്. കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർക്കും കോൺഗ്രസ് പാർട്ടിക്കും ഇലക്ഷൻ വിജയിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റ് ചിന്തകളൊന്നുമില്ല. അവരെ ജനങ്ങളെ അവരുടെ വോട്ടിന്റെ കാര്യത്തിന് മാത്രമാണ് ആശ്രയിക്കുന്നത്. ഇവിടെ ഈ വിഷയത്തിലൊന്ന് ചിന്തിച്ചു നോക്കുക. ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞു, രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിലെ അമ്മ പെങ്ങന്മാരുടെ വേദന ഇന്നലെ ഒരു കോൺഗ്രസിന്റെ തന്നെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പലരും അത് മുക്കുകയും ചെയ്തു. എന്താ പറഞ്ഞത്? കേരളത്തിലെ സ്ത്രീജനങ്ങൾ ഭയാശങ്കയോടുകൂടി ജീവിക്കുന്നു രാഹുലിന്റെ വിഷയത്തിൽ എന്നാണ് പറഞ്ഞത്. അത് യാഥാർത്ഥ്യമാണ്. കേരളത്തിലുള്ള അമ്മ പെങ്ങന്മാർ വളരെയധികം ആശങ്കയിലാണ്, ഭയപ്പാടിലാണ്. അതിനെ ഒന്നും മാനിക്കാതെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നത് മാത്രമാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്ത്രീകളുടെ കണ്ണീരിന് വിലയില്ല, അമ്മ പെങ്ങന്മാരുടെ വേദനകൾക്ക് വിലയില്ല, ഇവിടുത്തെ സഹോദരിമാരുടെ ആശങ്കകൾക്ക് വിലയില്ല. ഇവരെ കേവലം വോട്ട് ബാങ്കിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്
ഇലക്ഷനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നത് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അത് ശരിയല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചേ തീരൂ. പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ BJPയുടെ തീരുമാനം? ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമായി പറഞ്ഞല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുന്നത് വരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും അതിശക്തമായ പ്രതിഷേധങ്ങളുമായി ഈ തെരുവിൽ തന്നെ ഉണ്ടാവും. തീർച്ചയായും വളരെ നന്ദി ശ്രീ പ്രശാന്ത് ശിവൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും ഡാൻ കുര്യനിലേക്ക് തന്നെ പോവുകയാണ്. ഡാൻ, നമ്മൾ ഇപ്പോൾ ഇതാ ഈ പ്രതിപക്ഷമടക്കം BJPയും ഒപ്പം നേരത്തെ നമ്മളോട് പ്രതികരിച്ച രാഷ്ട്രീയ നിരീക്ഷകനടക്കം പറയുന്നു ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നടപടിയാണ് കോൺഗ്രസ് ഇപ്പോൾ കാണിച്ചതെന്നാണ്. അങ്ങനെ തന്നെയാണോ പുറത്തു വരുന്ന ആക്ഷേപങ്ങൾ, അധിക്ഷേപങ്ങളൊക്കെ? ഡാൻ, അനിവാര്യമായ ഒരു നടപടിയാണ് പാർട്ടി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയുടെ മുഖം രക്ഷിക്കാനും ഈ നടപടി അനിവാര്യം തന്നെയായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇവിടം കൊണ്ട് കാര്യങ്ങളെല്ലാം അവസാനിക്കുമോ എന്നതാണ് ഇനി കോൺഗ്രസ് നേതൃത്വവും നോക്കിക്കാണുന്നത്. കാരണം അതിനപ്പുറത്തേക്ക് കേരളത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പൊതുവികാരം ഈ വിഷയത്തിൽ ഉയർന്നിട്ടുണ്ട്. കാരണം ആരോപണങ്ങൾ ഈ കേൾക്കേണ്ടി വന്ന ഒരുപാട് നേതാക്കൾ എതിർ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിൽ പലരും ഇപ്പോൾ നിയമസഭയിലുമുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ പരമാവധി രണ്ടുപേരുടെയോ ഒക്കെ പേരിലാണ് ഇത്തരം ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ ഓഫ് പേഴ്സൺസ് ഒരുപോലെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ രാഷ്ട്രീയത്തിന് അതീതമായി രാഹുലിനെതിരെ ഒരു പൊതുവികാരം രൂപപ്പെട്ടു എന്ന് വേണം പറയാൻ. അവിടെയാണ് നിയമപരമായി ഒരു പരാതികളും ഒരു പോലീസ് സ്റ്റേഷനുകളിലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കാൻ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതമായത് പുറത്തുവരുന്ന പരാതികളുടെ വിവരങ്ങളുടെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ്. അത് ഈ സസ്പെൻഷൻ കൊണ്ട് മാത്രം ഒതുങ്ങുമോ അതോ അതിനപ്പുറത്തേക്ക് ഇനിയും കടുത്ത നടപടിയിലേക്ക് കടക്കാൻ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതമാകുമോ എന്നത് മാത്രമാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. ആ വിഷയങ്ങളിലടക്കം കൃത്യമായി പാർട്ടി നേതൃത്വം ഗൗരവത്തോടെ കാര്യങ്ങൾ നോക്കിക്കാണുകയാണ്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടിലാക്കിക്കൊണ്ട് രാഹുലിന്റെ തന്നെ ഭാഗമായിട്ടുള്ള സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് വലിയ തരത്തിലുള്ള സൈബർ ആക്രമണത്തിന് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ഉമാ തോമസ് MLA ഉൾപ്പെടെയുള്ളവർ ഇരയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ ഈ സൈബർ ആക്രമണത്തിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടക്കം ഒരുപോലെ അമർഷത്തിലാണ്. KC വേണുഗോപാലിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശനെയും രമേശ് ചെന്നിത്തലയെയും ഉൾപ്പെടെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സൈബർ ആക്രമണങ്ങളാണ് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് ഒരു പൊതുവികാരം മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്ന അല്പസമയത്തിനകം K മുരളീധരൻ മാധ്യമങ്ങളെ കാണും. അദ്ദേഹത്തിന്റെ വസതിയിൽ നടപടി ഉറപ്പുവരുത്തി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം K മുരളീധരൻ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച VK സനോജ് നമുക്കൊപ്പം ചേർന്നു. ഡാൻ, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ VK സനോജ്, കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതിൽ ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് സസ്പെൻഡ് ചെയ്തത്. അംഗീകരിക്കുന്നുണ്ടോ? അല്ല, കോൺഗ്രസിന്റെ അംഗത്വത്തിന്റെ സസ്പെൻഡ് ചെയ്യുന്നതൊക്കെ അവരുടെ സംഘടനാപരമായിട്ട കാര്യമാണ്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം MLA ആയിട്ട് ഇത്രയും ആഭാസത്തരം ചെയ്തിട്ടുള്ള, ഇത്രയും പെൺകുട്ടികളോട് അങ്ങേയറ്റം മോശമായ നിലയിൽ പെരുമാറിയിട്ടുള്ള, ഗർഭചിത്രം നടത്തിയിട്ടില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ഒരാൾ MLA ആയി തുടരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തങ്ങൾക്ക് ഇങ്ങനൊരു MLA ആവശ്യമില്ല എന്ന് ഈ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ മാത്രമല്ലല്ലോ, എല്ലാ വിഭാഗം ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്ത് പ്രവർത്തിച്ച അമ്മമാരും സഹോദരിമാരുമെല്ലാം ആ മണ്ഡലത്തിൽ ഇയാളെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഉമാ തോമസിനെ പോലെയുള്ള MLA മാർ, വനിതാ MLA മാർ പറഞ്ഞു കഴിഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം മറികടന്നിട്ട് ഇങ്ങനൊരു തീരുമാനമെടുത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് തടി തപ്പാമെന്ന് കരുതേണ്ടതില്ല. ഇങ്ങനൊരു MLA പാലക്കാട് ജനങ്ങൾക്ക് ആവശ്യമില്ല. കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്യോ ഇല്ല എന്നൊന്നും നമ്മുടെ വിഷയമല്ല. അതെല്ലാം അവരുടെ സംഘടനാപരമായിട്ടുള്ള കാര്യമാണ്. ജനങ്ങളുടെ മുമ്പിൽ MLA ആയി തുടരാനുള്ള അർഹത അയാൾക്കില്ല. തീർച്ചയായും വളരെ നന്ദി ശ്രീ VK സനോജ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും ഡാൻ കുര്യനിലേക്ക് തന്നെ പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു പാർട്ടി. മുഖം രക്ഷിക്കാനുള്ള നടപടിയായിട്ടാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. കാരണം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയിരിക്കുന്നു. നമുക്കറിയാം ഇന്നലെ വരെ സംഘടനയ്ക്ക് യൂത്ത് കോൺഗ്രസിന് അഭികാമ്യനല്ലാത്ത ഒരാളായിരുന്നു